അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ കർക്കിടകത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ശീബോധി വെക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ശീബോധി വെക്കൽ ഞങ്ങളിങ്ങനെയാണ് വെക്കാറ്. ഇലയിൽ ചീന്തലയോ അല്ലെങ്കിൽ നാക്കലയോ ഒക്കെ എടുത്തിട്ട് അതിലാണ് ഞങ്ങൾ ശീബോധി വെക്കാറ്. ഇങ്ങനെ ഒരു ചിലപ്പോൾ കിച്ചണിൽ വെക്കാറുണ്ട്, കിച്ചണിലും വെക്കാം. നമുക്ക് അത് തട്ടാതെ മുട്ടാതെയൊക്കെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു നല്ലൊരു സ്ഥലത്ത് നമുക്ക് ഇവിടെ വെക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശീബോധി വെക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ വൈകിട്ടത്തേക്ക് വേഗം ശീബോധി വെക്കലും കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചു കേട്ടോ. ഇനി നാളെ രാവിലെ നേരത്തെ എണീറ്റിട്ട് നമുക്ക് വിളക്ക് കൊളുത്തണം, ബാക്കിയുള്ള നാമങ്ങളൊക്കെ ചൊല്ലണം, കാര്യങ്ങളൊക്കെ. ഞാൻ രാമായണം വായിക്കുന്നില്ല, പക്ഷെ ദേവി പൂജ, അതായത് ഭഗവതിക്ക് നാമങ്ങൾ ചൊല്ലുന്നുണ്ട്. രാമായണം ഞാൻ വായിക്കാറില്ല കേട്ടോ. അപ്പോൾ എനിക്കത് വായിക്കാനും എനിക്കറിയില്ല, രാമായണം വായിക്കാറുമില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ലളിത സഹസ്രനാമവും ദേവി അർച്ചനയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു മാസം, നമ്മുടെ ചിട്ടയും അടക്കവും ചിട്ടയും ഒതുക്കവും ഒക്കെയുള്ള നല്ലൊരു ഉപാസന മന്താണ് നമുക്ക് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നല്ല കർക്കിടക മാസം തന്നെ ആയിരിക്കും. നമ്മൾ പറയില്ല, എല്ലാ വർഷവും ഇങ്ങനെ ശീബോധി വെച്ചും അങ്ങനെയൊക്കെ ഉള്ളതാണ്. നമുക്ക് പലകയിലൊക്കെ തറവാട്ടിലൊക്കെ അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനത്തെ പലകയും കാര്യങ്ങളൊന്നുമില്ല. ആവണിപ്പലകയിലൊക്കെ വെക്കാറുണ്ട്. പക്ഷെ ഇവിടെ എനിക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ നാക്കിലയിലും വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നാക്കിലയിലാണ് ഞാൻ സാധാരണ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ വെക്കാറ്. ഇവിടെ ആവണിപ്പലക അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ നമ്മളുടെ സന്തോഷത്തിന് നമ്മുടെ ഇതിലും ഇതിനൊരു പ്രത്യേകിച്ച് ചിട്ടയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതെൻ്റെ മനസ്സിന്, ഞാൻ വീടൊക്കെ ശുദ്ധിയാക്കി ഞാനേ പുറത്ത് അടിച്ചു വാരിയതിന് ശേഷം ഞാൻ നമ്മുടെ വേസ്റ്റ് കൊണ്ട് കളയാനായിട്ട്, അപ്പോൾ അത് കൊണ്ടുപോയി കളയാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് കൊണ്ടുപോയി കളഞ്ഞു. അതിന് ശേഷം വന്ന് കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് നമ്മൾ ശീബോധി വെക്കൽ ചടങ്ങായിരുന്നു. അപ്പോൾ ശീബോധി വെക്കലും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. കുറച്ച് എന്താ പറയുക, ഏട്ടൻ ഇന്ന് വരാനായിട്ട് കുറച്ച് ലേറ്റൊക്കെ ആയി. അപ്പോൾ നല്ലൊരു മാസം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പറയില്ലേ, ഈശ്വരനെ പ്രാർത്ഥിച്ച് ഈശ്വര ജപത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു മാസമാണ് ഇനിയുള്ള മാസങ്ങളെല്ലാം തന്നെ. കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പൂരം, കാലം, അങ്ങനെ തുടങ്ങായി നമ്മളുടെ ഈശ്വരനിൽ അർപ്പിച്ച് ജീവിക്കേണ്ട മാസങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും അതിൻ്റേതായ ഓരോ ചിട്ടകളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നമ്മുടെ സംക്രാന്തി ദിവസം. അപ്പോൾ നാളെ കർക്കിടകം 1. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വരുന്ന അന്നാണ് കർക്കിടകം വരുന്നത്. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും ഞാൻ കൂടി നാളെ അമ്പലത്തിൽ പോകുന്നതെല്ലാം കൂടി ചേർത്തിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ ഒരിക്കൽ ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ കൃഷ്ണനെ പൂജിക്കുന്ന വീഡിയോ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അത് നടന്നിട്ടില്ല. പാവം വന്ന വഴിക്ക് ക്ഷീണമായിട്ടൊന്ന് കെടുക്കാണ്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് നാളെ ഞാൻ അമ്പലത്തിൽ പോകുന്നതും നാളത്തെ വിളക്ക് കൊളുത്തി നാമച്ചൊല്ലാണ് നേരത്തെ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല. അതൊക്കെ എനിക്ക് നമുക്കൊരു എന്താ പറയുക, നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ. അതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാം. അമ്പലത്തിൽ പോകുന്നതും വിളക്ക് കൊളുത്തി വെച്ചതൊക്കെ പിന്നീട് എടുക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു മാസം, നല്ലൊരു രാമായണ മാസം ആശംസിക്കുന്നു. ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പിറ്റേ ദിവസമായിട്ടോ. അപ്പോൾ ഇന്ന് കർക്കിടകം 1. എല്ലാവർക്കും എല്ലാ ആശംസകളും ആശംസകളും നേരുന്നു. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അമ്പലത്തിലേക്ക് ഇറങ്ങി ഇനി നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ട് വരാം. തട്ടകത്തെ ഭഗവതീനെ ഒന്ന് തൊഴുതിട്ട് വരാം. ഇന്ന് 30 വെള്ളിയും കൂടിയാണല്ലോ. അപ്പോൾ ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങാണ്. എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ചേട്ടൻ്റെ ഫോണൊക്കെ എടുത്തോ, ഫോണുകളൊക്കെ എടുക്കട്ടെ, നടക്കട്ടെ കേട്ടോ. നമ്മൾ വലിയ അമ്പലത്തേക്ക്
അങ്ങനെ അമ്പലത്തിലേക്ക് ഇറങ്ങിയിട സുന്ദരിയുടെ വയറ് നിറച്ച് അവളെ സന്തോഷവതിയാക്കിയതിന് ശേഷം നമുക്ക് സമാധാനമായിട്ടൊന്ന് പോയിട്ട് വരാമല്ലോ എന്നാണ് വിചാരിക്കുന്നത്. അമ്പലത്തിലേക്ക് ഇറങ്ങായി നമ്മൾ ആദ്യം നമ്മുടെ വലിയാലിക്കൽ ഞങ്ങളുടെ തട്ടകത്ത് അമ്പലത്തിലേക്കാണ് അതേ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ തീരുമാനിക്കാം, നമ്മുടെ സമയം നോക്കിയിട്ട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ തട്ടകത്ത് അമ്പലത്തിലൊക്കെ തൊഴലൊക്കെ കഴിഞ്ഞു. വലിയാലിക്കൽ അമ്പലത്തിലെ തൊഴലപ്പോഴാണ് ഒരു തീരുമാനം ഉണ്ടായി, നമുക്ക് നേരെ എൻ്റെ തട്ടക അമ്പലത്തിലേക്ക്, അതായത് നമ്മുടെ മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനം ഉണ്ടായി. അപ്പോൾ ആ തീരുമാനം അനുസരിച്ച് ഞങ്ങൾ ഇപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. വളരെ സന്തോഷമായിട്ടുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഭഗവതീനെ വലിയാലിക്കലമ്മേനെ കണ്ടപ്പോഴേ വല്ലാത്തൊരു മനസ്സിനൊരു നിർവൃതിയൊക്കെ ഉണ്ടായി, സന്തോഷമായി. നമ്മൾ ഇപ്പോൾ മേക്കാവിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നിങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ക്ഷേത്രം തന്നെയാണ് മേക്കാവ് ഭഗവതി ക്ഷേത്രം. അപ്പോൾ എൻ്റെ തട്ടകത്ത് ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ ഞാനും ഏട്ടനും ഒക്കെ ഇപ്പോൾ അതാ ഇറങ്ങി. നമ്മൾ ഇനിയിപ്പോൾ പെരുവനത്തേക്കൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ പെരുവനത്തേക്ക് പോവാം. 7 മണിക്ക് അവിടെ നടടയ്ക്കും. അപ്പോൾ വേഗം ഒരു ഓട്ടപ്രദക്ഷിണം ചെയ്യാം. നമ്മളിവിടെ വന്നപ്പോൾ എല്ലാവിടെയും ഒന്ന് തൊഴാണ്. വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മളിങ്ങനെ ഓടി പടഞ്ഞു വരണുള്ളൂ. എപ്പോഴും നമ്മുടെ തിരക്കുകളുടെ ഉള്ളിൽ കൂടെ നമുക്ക് ഇങ്ങനെ വരലെന്ന് നടക്കണില്ലല്ലോ ഇപ്പോൾ. അപ്പം നമ്മളിപ്പോൾ വേഗം നമ്മളിനി പെരുവനത്തേക്ക് ഒന്ന് കയറണം. അപ്പോൾ 7 മണിയാകുമ്പോൾ അവിടെ നടടയ്ക്കും. അങ്ങനെ ഞാൻ അമ്പലത്തിലേക്ക് വരുന്ന സമയം പണ്ട് 7 മണിക്ക് മുമ്പ് വേഗം വന്ന് തൊഴണം, അല്ലെങ്കിൽ 7 മണി 7:30 ആകുമ്പോഴേക്കും അവിടെ നടടയ്ക്കുമല്ലോ. അപ്പം അതിന് വേണ്ടി ചടപടേ ഒന്ന് പറഞ്ഞ് വേഗം വന്ന് അങ്ങ് തൊഴും ഞാൻ. അത്രയും സന്തോഷമാണ് ഇവിടെ. ചെറുപ്പത്തിലിങ്ങനെ ഇതിന് നല്ല തിരക്കായിരിക്കും. എന്ന് വെച്ചാൽ കുറേ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ഉണ്ടാവുമല്ലോ തൊഴാനായിട്ട്. ചേട്ടൻ വേഗം നടക്കുകയാണ്. അപ്പം ഞാനും വേഗം നടക്കട്ടെ, തൊഴട്ടെ അമ്പലത്തിൽ. എൻ്റെ പെരുവനം, എൻ്റെ നാട്. ഏട്ടനെ എന്താ പറയുക പമ്പിൽ കയറിയിരിക്കുകയാണ്. കാരണം എയർ കയറ്റാൻ വേണ്ടി. അപ്പം ഞാൻ ചെയ്തു, കുറച്ച് നമ്മുടെ ചിരുമാതിരി എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. വിശന്നിട്ട് വയ്യ, നല്ല വിശപ്പുണ്ട്. വിശപ്പെന്ന് പറഞ്ഞാൽ അങ്ങ് ഇരിക്കണം. ചെന്നിട്ട് വേണം ഫുഡ് ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ. അതുപോലെ ഞാൻ പറഞ്ഞു എന്നെ വീട്ടിലൊന്ന് കൊണ്ടുവന്നാക്കിയതാ, ഞാൻ ചേട്ടൻ വരുമ്പോഴേക്കും ചായയൊക്കെ വയ്ക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇത് 5 മിനിറ്റ് നേരത്തെ കാര്യം, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. നമ്മളത് ശരി, അങ്ങനെ വേണ്ടത്. അപ്പോൾ അജിൻ്റെ പിസ്സ ഫാമിലിയുടെ സൈനിങ് ഓഫ്. ബൈ ബൈ.